നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ശത്രുദോഷമാണ്. ശത്രുദോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ശത്രുദോഷം എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ താനെ കൊണ്ടിരുന്നത് നമുക്ക് ശത്രുദോഷം അല്ലേ? എന്നാലോചിച്ച് നോക്കി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്ക് ശത്രുദോഷമായിട്ട് വരുന്നത് തന്നെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു നോട്ടം ഓർത്ത് നോക്കി, നമ്മളൊന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കുവാണ്, റോഡിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ അയലോക്കത്തുള്ള ആൾ കാറ് എടുത്തിട്ട് അങ്ങോട്ട് പോകണോ. അപ്പോൾ നമ്മൾ ആൾക്കിട്ടൊന്ന് നോക്കി, അങ്ങോട്ട് പോണ വഴിക്കായിരിക്കും ആളുടെ കാറ് ഇപ്പോൾ പഞ്ചറായി പോകണത്, അല്ലെങ്കിൽ ആ പോണ വഴിക്ക് ആളുടെ ഉദ്ദിഷ്ട കാര്യം പോണ കാര്യം എന്തെങ്കിലും വിഘ്നം വന്നു, ഉടനെ അവന് പറയും ഇല്ലേ അവനെ കണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടന്നുമില്ല, അയ്യോ അവനെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം, അവിടെ ഉടനെ ക്രിയേറ്റ് ചെയ്തു ശത്രു ഇല്ലേ. ഈ നമ്മുടെ ഒന്ന് വണ്ടിയൊക്കെ ബസ്സൊക്കെ കയറിയിരിക്കുന്നു, നമ്മൾ വണ്ടി ബ്രേക്ക് അടിക്കുമ്പോൾ അറിയാണ്ടിരിക്കും ഇപ്പോൾ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ പുറത്തോട്ട് പോയത് മുട്ടി, അല്ലെങ്കിൽ അറിയാണ്ട് കാല് തേച്ച് പോയിട്ട് ചവിട്ടി ആളെ ഉടനെ അവിടെ വഴക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ. ഇനി അതുപോട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ശത്രുവിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം നമ്മുടെ നാക്ക അല്ലേ. ആ നാവ് എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്ക് ശത്രുദോഷം മുഴുവൻ നമുക്ക് ഓരോരുത്തർക്ക് ഭൂമിയിലുള്ള മനുഷ്യരുണ്ടാക്കുന്ന നാവാണ്. നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ പറയും, അത് മറ്റേ ആൾക്ക് എങ്ങനെ തമാശ പറഞ്ഞായിരിക്കും, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടാവും, ആൾക്ക് വിഷമം ഉണ്ടാവും, അത് ശത്രുവായി മാറും ഇല്ല. ഇനി വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളോട് ഒരാൾ വിളിച്ചിട്ട് പറയുക, എടാ എനിക്കൊരു 500 രൂപ വേണം, അല്ലെങ്കിൽ 200 രൂപ വേണം, നമ്മുടെ ചിലപ്പോൾ ഉണ്ടാവില്ല, നമ്മളോട് ഇല്ലടാന്ന് പറയും, ഉടനെ ആൾ ശത്രുവായി ഇല്ലേ. അവിടെ നാക്കാണ് ശത്രു ഉണ്ടാക്കണേ. ഇനി നമ്മളൊരാൾക്ക് 1000 രൂപ കൊടുത്തു, നമ്മൾ ചോദിച്ചു, ആൾക്ക് തരാൻ പറ്റുന്നില്ല, 2 പ്രാവശ്യം ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു, അവൻ ശത്രുവായി മാറി അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ടും നമ്മുടെ നാക്കുകൾ കൊണ്ടുമാണ് നമുക്ക് കൂടുതൽ ശത്രുക്കൾ വരുന്നത്. അപ്പോൾ ദോഷം മനസ്സിൽ വെച്ച് അത് വൈരാഗ്യമായി മാറി, പിന്നെ അത് അഭിചാരത്തിലേക്ക് പോയി, പിന്നെ കൈവശം മാരണകർമ്മങ്ങൾ, ഒടിമാരണങ്ങൾ, പെടുമാരണങ്ങൾ, അങ്ങനെ ഓരോരോ വിഭാഗമായിട്ട് പോകും. അതാണ് പിന്നെ നമ്മൾ കൈവിട്ടു പോകും. പിന്നെ അതിനെപ്പറ്റി നാളെ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും പ്രതിപാദിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പോൾ നമസ്തേ.